ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ മാജിക് ടച്ചിൻ്റെ ഒരു അടിപൊളി പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി പരിപ്പ് വടയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. പരിപ്പ് വട ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് പരിപ്പ് നമ്മൾ വെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്ത് വെച്ചത് നോർമൽ പരിപ്പാണ്. നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചെറിയ ഉള്ളി, സവാള, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, വലിയ ജീരകം, ഇഞ്ചി എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കണം. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച പരിപ്പിന് ഞാനൊരു ഇത്തിരി പരിപ്പ് മാറ്റി വെക്കുന്നുണ്ട്. അത് നമുക്ക് ക്രഷ് ചെയ്യേണ്ട. അത് നമുക്കൊന്ന് പരിപ്പടയിലൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലാസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് ഈ പരിപ്പെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. വെള്ളം ഒട്ടും ചേർക്കരുത്. അപ്പം നമ്മൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഈ ഒരു പരിപ്പ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പരിപ്പും കൂടെ ഇതുപോലെ ഒന്ന് അരച്ചിട്ട് വരാം. അപ്പം ഞാൻ എല്ലാ പരിപ്പും അരച്ചെടുത്തത് ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇത് നമുക്ക് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഉരുട്ടുമ്പോൾ നന്നായിട്ട് ഉരുട്ടാൻ പറ്റണം. അതാണ് ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. ഇതുപോലെ ഉരുട്ടാൻ പറ്റണം. നമുക്ക് എന്നിട്ട് ഇങ്ങനെ കൈവെള്ളയിൽ വെച്ചിട്ട് പരത്തിയെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളി ഒക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം മിക്സിയിലിട്ടിട്ട്. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് പരിപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളിത് പരിപ്പ് വട ഉണ്ടാക്കിയെടുക്കണം. ഇല്ലെങ്കിൽ ഇതിന്ന് വെള്ളം ഇറങ്ങിയിട്ട് നമ്മുടെ മാവ് ലൂസായിട്ട് പോകും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള പരിപ്പ് വടയുടെ ഷേപ്പൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പരിപ്പ് നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. വെളിച്ചെണ്ണയാണ് ഇത് ഉണ്ടാക്കാനായിട്ട് ബെസ്റ്റ്. ഇനി സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ വെളിച്ചെണ്ണയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പം നമുക്ക് നമ്മുടെ മിക്സ് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം.
അപ്പം ഞാനതിൽ ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾ മറക്കാതെ ഉപ്പിട്ട് കൊടുക്കുക. അതിന് ശേഷം കയ്യിൽ ഒരിത്തിരി വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക. അതിന് ശേഷം അതുപോലെ നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ കയ്യിൽ എണ്ണയൊന്നും ആക്കിയിട്ടില്ല, എന്നിട്ടും അത് കിട്ടുന്നൊക്കെ ഉണ്ട്, കയ്യിൽ നിന്ന് ഇങ്ങോട്ട് ഊരിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി അങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയോ ഒക്കെ ചേർത്ത് കൊടുക്കുക കയ്യിൽ. നമുക്കിത് ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇടുന്ന സമയത്ത് വെളിച്ചെണ്ണ നല്ല ചൂടുണ്ടെങ്കിലും പിന്നീട് അത് സ്ലോ ആക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, ഉൾവശം വെന്ത് വരില്ല. അപ്പോൾ ഒരു മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളിത് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് വട റെഡി ആയിട്ടുണ്ട്. നമ്മളിത് തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ആ ഒരു സെയിം സാധനം തന്നെയാണിത്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്യുക. കീപ് വാച്ചിങ്. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്.